നക്ഷത്രവേദയുടെ ജ്യോതിഷ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ അഭിമാനവും ഏതൊരു മലയാളിയുടെ അഹങ്കാരവുമായ പത്മശ്രീ മോഹൻലാലിൻ്റെ ഗ്രഹനിലയിലെ ശുഭത്വം നോക്കാം. രേവതി നക്ഷത്രമാണ്. വ്യാഴകേന്ദ്രത്തിൽ ചന്ദ്രനും ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴവും നിൽക്കുന്ന ഗ്രഹനിലയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ പറയുന്ന പേരാണ് ഗജകേസരി യോഗം. ഗജം ആന, കേസരി സിംഹം. രാജാവിൻ്റെ ഗർവവും ധൈര്യവും മഹത്വവും വീര്യവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു യോഗമാണ്. അതിൻ്റെ ഫലം ഭാഗ്യവർദ്ധനവ്, സാമ്പത്തിക പുരോഗതി, ബുദ്ധിപരമായ ഉണർവ്, പ്രശസ്തി, മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, സന്തോഷകരമായ സുഹൃത്ത് ബന്ധം. ഗജകേസരി യോഗം ഉള്ളവർക്ക് ഇതെല്ലാം ലഭിക്കുന്നതാണ്. കൂടാതെ ചന്ദ്രനും കുജനും യോഗം ചെയ്യുമ്പോൾ അത് ശശമംഗള യോഗം എന്ന് പറയും. അതും വളരെ മഹത്തായ ഒരു യോഗമാണ് ശശമംഗള യോഗം. എല്ലാ ഉന്നതിക്കും അങ്ങനെ ശശമംഗള യോഗം ഉള്ളവർക്ക് എല്ലാ ഉന്നതിയും നേടാൻ സാധിക്കും എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സായിരിക്കും, സാമ്പത്തിക വിജയം ഉണ്ടായിരിക്കും. ഒരു കാര്യം നമുക്ക് നേടണമെന്ന് വിചാരിച്ചാൽ എത്ര ബുദ്ധിമുട്ടിയായാലും അത് നേടാനുള്ള അഭിനിവേശമൊക്കെ ഉണ്ടായിരിക്കും വരും. അപ്പം വ്യാഴവും ചന്ദ്രനും കുജനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരു സ്വക്ഷേത്രത്തിലാണ്, കൂടെ ശനിയുണ്ട്. ധർമ്മത്തിൻ്റെ കാരകൻ ഗുരുവും കർമ്മത്തിൻ്റെ കാരകനായ ശനിയും പരസ്പര യോഗം ചെയ്തു നിൽക്കുന്നു. ധർമ്മ കർമാധിപതി യോഗം. വ്യാഴവും ശുക്രനും ദശാകാലങ്ങളിലെല്ലാം സ്വാധീനം ചെലുത്തുന്നു. ചന്ദ്രനും ചൊവ്വയും രണ്ട് മഹായോഗങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങളാണ്. ഈ യോഗവുമായി ബന്ധമല്ലാത്ത ദശ വരുന്നത് 11 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം. ഇനി ദശാകാലം നോക്കാം. 11 വയസ്സ് വരെ ബുധദശ. ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അതിനുശേഷം കേതുദശ. കേതു ശനിയുടെ ക്ഷേത്രത്തിലായതുകൊണ്ട് ശനിയുടെ കാരകത്വമായിരിക്കും തരുന്നത്. 18 വയസ്സ് വരെ കേതുദശ. അതിനുശേഷം ശുക്രദശയാണ്. 38 വയസ്സ് വരെ ശുക്രദശയാണ്. ശുക്രൻ നിൽക്കുന്നത് ശശമംഗള യോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ്. അതിനുശേഷം വരുന്നത് സൂര്യദശയാണ്. 44 വയസ്സ് വരെ രവിദശ. ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് രവി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള കഴിവായിരിക്കും രവിദശയിൽ വന്നത്. അതിനുശേഷം വരുന്നത് ചന്ദ്രദശ. ചന്ദ്രദശയും ചൊവ്വാദശയും രണ്ട് ശുഭയോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൊവ്വയോടൊപ്പം നിൽക്കുന്ന ചന്ദ്രനാണ്. ശശമംഗള യോഗം തരുന്ന ദശാകാലമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉയർച്ചയുള്ള സമയമായിരിക്കും. അതിനുശേഷം 61 വയസ്സ് വരെ ചൊവ്വാദശ. ചന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന അതുകൊണ്ട് തന്നെ ശശമംഗള യോഗം തരുന്നുണ്ട്. അതിനുശേഷം രാഹുർദശയാണ്. 79 വയസ്സ് വരെ രാഹുർദശ. സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് രാഹുർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലമാണ് തരുന്നത്. സൂര്യൻ നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ്. അതിനുശേഷം വ്യാഴദശ. 18 വയസ്സിന് ശേഷം വരുന്ന ഗ്രഹങ്ങളെല്ലാം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകരായ വ്യാഴവും ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ചന്ദ്രൻ 2 യോഗങ്ങൾ തരുന്നു. ഗജകേസരി യോഗവും ശശമംഗള യോഗവും. ആ ചന്ദ്രൻ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലുമാണ്.